നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനവുമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിന് ഇനിയും പറ്റില്ല. 10 വർഷമായി 15 വർഷമായിട്ട് ലൈസൻസ് എടുത്തു. പലരുടെയും ആ സമയത്ത് പ്രാക്ടീസിനായിട്ട് പോയി, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല, ഞാൻ തന്നെ പോയിട്ട് പറ്റില്ല, പിന്നെ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരും അടുപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഏത് പ്രായമായിരുന്നാലും എന്നെ കോൺടാക്ട് ചെയ്യാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു വാഹനം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ കാർ ഡ്രൈവിംഗ് പഠിച്ച് എക്സ്പേർട്ടാകാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒരു വാഹനം നമുക്ക് ഓടിക്കണമെങ്കിൽ പേടി കൂടാതെ ഓടിക്കണം, എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം നമ്മൾ എടുക്കേണ്ടതും ഓടിക്കേണ്ടതും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്കും ഇതിനെപ്പറ്റി അറിയണം, ധാരണയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ കൊണ്ട് തന്നെ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് പലരും പറയും. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. അപ്പം നമ്മുടെ കൈയും കാലും എത്തത്തക്ക രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ സീറ്റ് ഭാഗങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മുടെ ബ്രേക്കിലേക്ക് ആദ്യം കാല് വെച്ചു. ഈ ബ്രേക്കിലേക്ക് കാല് വെച്ചിട്ട് നമ്മുടെ സ്റ്റിയറിംഗിൽ പിടിക്കാതെ ചെയ്താൽ എന്ത് സംഭവിക്കും, നമുക്ക് കറക്റ്റായിട്ടൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് എത്തണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ബ്രേക്കിൽ കാല് വെച്ചതിന് ശേഷം സ്റ്റിയറിംഗിലും പിടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സീറ്റിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുക. സീറ്റിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു കമ്പിയുണ്ട്. ആ കമ്പിയിൽ എന്ത് ചെയ്യുക, നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇത് കണ്ടില്ലേ, നമ്മുടെ സീറ്റ് മുൻപോട്ടും ബാക്കിലേക്കും നമുക്ക് കറക്റ്റായിട്ട് ആക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ബ്രേക്കിലും കാലുണ്ടായിരിക്കണം, സ്റ്റിയറിംഗിലും കൈ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് സീറ്റ് കറക്റ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഇടത്തെ കൈ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് വലത്തെ കൈ കൊണ്ട് നമ്മുടെ ചാരും അതേ രീതിയിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ നടുവിൻ്റെ ഭാഗം കൊടുത്തുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലിയർ ചെയ്യാം. അതല്ലാതെ നമ്മുടെ സ്റ്റിയറിംഗിൽ ഇടത്തെ കൈ നമ്മുടെ സ്റ്റിയറിംഗിലില്ല, എന്നിട്ട് നമ്മൾ ചാര് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, നമുക്ക് കറക്റ്റ് ആകുകയില്ല. അല്ലെങ്കിൽ ഇടത്തെ കൈ അതിലില്ല, നമ്മുടെ വലത്തെ കൈ കൊണ്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്തില്ല, നമുക്ക് കറക്റ്റായിട്ട് എത്തണമെന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇടത്തെ കൈ നമ്മുടെ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ വലത്തെ കൈ കൊണ്ട് നമ്മുടെ ചാരും കറക്റ്റ് ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമ്മുടെ സ്റ്റിയറിംഗിൽ കറക്റ്റായിട്ട് നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് എത്തുകയുള്ളൂ. അതിനുശേഷം നമ്മുടെ ക്ലച്ചിൽ ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് ന്യൂട്രാക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂട്രാണോ എന്ന് നോക്കുക. നോക്കുന്ന ഇങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ നോക്കാൻ പാടില്ല. കാരണം അവിടെ ന്യൂട്രായിട്ട് തോന്നും, ഗിയറിൽ ന്യൂട്രായിട്ട് തോന്നും, ഇവിടെ എല്ലാം ന്യൂട്രായിട്ട് തോന്നും. അത് പിന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ മേലോട്ട് എടുക്കാണ്ടല്ലേ, എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അത് ന്യൂട്രാണ്. കണ്ടോ, അങ്ങനെ വേണം നമ്മൾ ന്യൂട്രാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ചാവി ഇടുക. നമ്മുടെ ചാവി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ലോക്കുകളാണ്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, മീറ്റർ കൺസോളിനകത്ത് കുറച്ച് ലൈറ്റുകൾ കാണും. അതിൽ നിന്നും വീണ്ടും ഒന്നുകൂടെ തിരിച്ചാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. മിറർ ക്ലിയർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് ഈ ഒരു രീതിയിൽ മിറർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കരുത്. ഈ ഒരു രീതിയിൽ വെച്ചാൽ നമുക്ക് ബാക്കിൽ നിന്നുള്ള വ്യൂകൾ കറക്റ്റ് ആകത്തില്ല. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. കാൽ ഭാഗം നമ്മുടെ ബോഡി കാണത്തക്ക പോലെ, അതേപോലെ മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ, മിററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. അപ്പം അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്ത് വെക്കുക. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതിയിൽ മിറർ അഡ്ജസ്റ്റ് വെക്കരുത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ നമ്മുടെ സെൻട്രൽ മിററും അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് നമ്മുടെ വലത്തെ കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ക്ലിപ്പിൽ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് ഇടുക. കണ്ടില്ലേ, സീറ്റ് ബെൽറ്റ് ഇട്ടു. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി, ക്ലച്ച് നല്ല പൂർണ്ണമായിട്ട് ചവിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക,
ഗിയർ കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെ കിടന്ന ഗിയർ ആണെങ്കിലും നമുക്ക് സെൻട്രലാണ് ന്യൂട്രൽ കിടക്കുന്നത്. കണ്ടില്ലേ, ഈ സെൻറ്ററിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ വേണം എവിടെ കിടക്കുന്ന ഒരു വാഹനവും നമ്മൾ എടുക്കാൻ നേരം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ എവിടെയാണെന്ന് നമ്മൾ അവിടെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ, ഒരു വാഹനം കിടക്കുന്ന വാഹനം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ആ ന്യൂട്രലിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു. ആ ന്യൂട്രലിൽ നിന്നും ഫസ്റ്റ് ഗിയർ ഇടുന്നു. കണ്ടില്ലേ, ഫസ്റ്റ് ഗിയർ ഇട്ടു. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ആ കൈ എന്ത് ചെയ്യണം, നേരെ താഴേക്ക് വന്നിട്ട് ഹാൻഡ് ബ്രേക്ക്. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് എടുത്ത് വിടുക. ഹാൻഡ് ബ്രേക്ക് വിടുന്ന സമയത്ത് നമ്മൾ അവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നേരെ മേപ്പോട്ട് വെക്കുക, താത്തിടുക. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസ് ചെയ്യേണ്ട, നേരെ വലിച്ചാൽ മേലോട്ട് വലിച്ചാൽ മാത്രം മതി. പ്രസ് ചെയ്യാതെ തന്നെ വലിക്കുക. എടുക്കുന്ന സമയത്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നേരെ മേലോട്ട് പൊക്കുക, താത്തിടുക. ഇങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബ്രേക്കിൽ നിന്നും കാല് മാറ്റുക. ഈ നിരപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാം. ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ കയറ്റത്തോ ഇറക്കത്തോ ഇട്ട് പഠിക്കാൻ നിൽക്കരുത്. നിരപ്പ് തന്നെ ഇട്ട് പഠിക്കണം, എന്നാലും നമുക്ക് പേടികളെല്ലാം മാറത്തുള്ളൂ. ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ആ കാല് ബ്രേക്കിൻ്റെ മേളിലൊക്കെ ഒരു കാരണവശാലും വെക്കരുത്. എന്ത് ചെയ്യണം, ആ കാല് നമ്മൾ ആക്സിലേറ്ററിൻ്റെ മുകളിലായിരിക്കണം വെക്കേണ്ടത്. ബ്രേക്കിൽ നിന്ന് മാറ്റി ആക്സിലേറ്ററിൻ്റെ മേളിലോട്ട് വെറുതെ വെച്ചു. നമുക്ക് സ്പീഡിന് വേണ്ടിയിട്ടാണ് ആക്സിലേറ്റർ. അപ്പോൾ ആക്സിലേറ്റർ ചവിട്ടൊന്നും വേണ്ട. ബ്രേക്കിൽ നിന്ന് മാറ്റുന്ന കാല് ആക്സിലേറ്ററിൻ്റെ മേളിലോട്ട് വെച്ചു. ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യുക, മെല്ലെ കാലെടുക്കുക. ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. മെല്ലെ കാലം കണ്ടില്ലേ, മെല്ലെ കാലെടുക്കുമ്പോൾ ഇതുപോലെ മുൻപോട്ട് പോകും. കണ്ടില്ലേ, കറക്റ്റായിട്ട് മുമ്പോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കോളും. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ വാഹനം നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ചിലേക്ക് കാല് ചവിട്ടുന്ന ആദ്യം, അതിനുശേഷം നേരെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ബ്രേക്ക് ചവിട്ടി നിർത്തുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ പഠിക്കുക. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുക, നമ്മൾ സെക്കൻഡ് ഗിയർ ഇടാൻ നമുക്ക് പഠിക്കാവൂ. അല്ല നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് ഇങ്ങനെ തേർഡ് ഇട്ടു എല്ലാ ഗിയറും ഇട്ടു എന്ന് കണ്ടുകൊണ്ട് നമുക്കൊരു വാഹനം ഓടിക്കാൻ പെട്ടെന്ന് നമ്മുടെ പേടി മാറി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റിൽ നമുക്കൊരു കൺട്രോൾ കിട്ടി നമുക്കൊരു ബാലൻസ് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ സെക്കൻഡ് ഗിയറുകളൊക്കെ ഇടാവൂ. ഇപ്പൊ നമുക്ക് അവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ വണ്ടി വരുന്നത് നോക്കി ലെഫ്റ്റ് സൈഡിൽ വണ്ടി വരുന്നത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് പോകേണ്ട റോഡിലോട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം വണ്ടിയെ. കണ്ടോ, റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടില്ല, നമ്മുടെ സൈഡിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ കൺട്രോളിലാണെന്ന് കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്യുക, സ്വല്പം ആക്സിലേറ്റർ കൊടുക്കുക, വീണ്ടും ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. കണ്ടില്ലേ, സെക്കൻഡ് ഗിയർ കൊടുത്തു. നമുക്ക് അതിന് ബാലൻസ് ആയി വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാം, ഓരോ ഗിയറും നമ്മൾ ഇടാം. അപ്പം ഗിയറുകൾ ഇടുന്ന സമയത്തല്ല നമുക്ക് ഗിയറുകൾ ഇടാനല്ല നമ്മൾ ധൃതി വെക്കേണ്ടത്. നമ്മൾ ഗിയർ ഇടുന്നതിന് മുമ്പ് നമുക്ക് ധൃതി വെക്കണം. നമ്മുടെ സൈഡിൽ തന്നെ കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കുക. അതിനുശേഷം നമുക്ക് ബാലൻസ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, അടുത്തടുത്ത ഗിയറുകൾ കൊടുക്കാവൂ. അത് ബാലൻസ് ആയതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് സ്വല്പം സ്പീഡ് കൊണ്ട് ആക്സിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ച് വിട്ടുക, തേർഡ് ഗിയർ കൊടുക്കുക. കണ്ടില്ലേ, തേർഡ് ഗിയർ കൊടുത്തു. ആ ബാലൻസ് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, അടുത്ത ഓരോ ഗിയറും കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ തിരക്കില്ലാത്ത റോഡുകളിലൊക്കെ വേണം നമ്മളത് ആദ്യം ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ തിരക്കില്ലാത്ത റോഡുകളിൽ ഇറങ്ങി ചെയ്താൽ മാത്രമേ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് ബാലൻസ് ആയി നമുക്ക് എന്ത് ചെയ്യുന്നു, എക്സ്പേർട്ടായി ഒരു വാഹനം നമുക്ക് പേടി കൂടാതെ ഓടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു വാഹനത്തിൽ ഒരു തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നമ്മൾ ഇതുപോലെ ഓരോന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഒരു വാഹനം ഓടിക്കാനുള്ള പേടികൾ മാറത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൈ ചെല്ലേണ്ടത് കൈ ചെല്ലത്തില്ല, കാല് ചെല്ലേണ്ടത് കാല് ചെല്ലത്തില്ല. സ്ഥലങ്ങളിലോ ഇതുപോലെ തന്നെ ഗ്രൗണ്ടുകളിലൊക്കെ വന്നിട്ട് ഇതേ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റോഡിലൂടെ ഒരു വാഹനം ഇതുപോലെ വരുന്ന സമയങ്ങളിലും നമുക്ക് പേടി കൂടാതെ ആ വാഹനത്തിന് സൈഡ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് അത് എത്ര ഉപകാരപ്പെട്ടു എന്നുള്ളതും നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.